10ാം ക്ലാസ്സിലെ ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സൈൻ കോസ് വിലകളുടെ ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ രണ്ട് തരം ത്രികോണങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 45 ഡിഗ്രി 90 ഡിഗ്രി ആയിട്ടുള്ളതും കോണുകൾ 30, 60, 90 ഡിഗ്രി ആയിട്ടുള്ളതുമായ രണ്ട് തരം ത്രികോണങ്ങൾ. അതിൻ്റെ വശങ്ങളുടെ അംശബന്ധവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 45, 90 കോണുകളാണെങ്കിൽ 1:1:√2ഉം 30, 60, 90 ആണെങ്കിൽ 1:√3:2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തരം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണങ്ങളാണ്. ഇനി മട്ടത്രികോണങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഇതുപോലെ തന്നെ ആയിക്കോളുന്നില്ല എല്ലാത്തിലും, അല്ലേ? മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു കോണ് 90 ഡിഗ്രിയും മറ്റ് രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രിയും ആയിരിക്കണം. അതായത് വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി ആൻഡ് ദ സം ഓഫ് ദി അതർ ടു ആംഗിൾസ് ആർ 90 ഡിഗ്രി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പല ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസും ഉണ്ടാകും, പല കോണുകൾ വരുന്നുണ്ടാകും. ഉദാഹരണമായിട്ട് 10, 80, 90 ആകാം, 20, 70, 90 ആകാം, ഇനി 15, 75, 90 ആകാം. അങ്ങനെ ഒരുപാട് കോണുകൾ തരത്തിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മളൊരു അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ പഠിച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ തന്നെ റേഷ്യോ കണ്ടെത്തി ഒരു പട്ടിക രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിനൊരു വിശദീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളെ നമ്മൾ സാധാരണയായിട്ട് പാദം, ലംബം, കർണം, ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുമ്പോൾ അതിന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളോടെ വരച്ചിട്ടുണ്ട്. ABC എന്ന പേരുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ആംഗിൾ B 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വശങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ ഒരു കോണിന് അല്ലെങ്കിൽ ഒരു ആംഗിളിനെ ആസ്പദമാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആംഗിൾ C മാർക്ക് ചെയ്തിട്ടുണ്ട്, കോൺ C മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിക്ക് അടിസ്ഥാനപ്പെടുത്തി ഇതിൻ്റെ വശങ്ങളെ ഒന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിയുടെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിൻ്റെ C എന്നുള്ള കോണിൻ്റെ എതിരെ വരുന്ന ഒരു വശം, അത് AB ആണ്, ഓപ്പോസിറ്റ് വരുന്ന വശം. അതിനെ നമ്മൾ ഈ കോൺ സിയുടെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ C എന്ന് പറയുന്നു. ഇനി അതേപോലെ കോൺ സിയുടെ അടുത്ത് വരുന്ന വശം, സമീപവശം എന്നും നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് എന്നും പറയാം. കോൺ സിയുടെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ C. നമ്മൾ സാധാരണ പറയുന്ന 90 ഡിഗ്രി ഓപ്പോസിറ്റുള്ള സൈഡിനെ നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു ആംഗിളിനെ ആസ്പദമാക്കിയാണ് പറയുന്നത്. ആംഗിൾ C അല്ലെങ്കിൽ കോൺ C ആണെങ്കിൽ കോൺ സിയുടെ എതിർവശം, കോൺ സിയുടെ സമീപവശം, പിന്നെ കർണം. ഇനി ഇവിടെ നമ്മൾ ആംഗിൾ എക്ക് ആസ്പദമാക്കിയാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് BC ആയിട്ട് വരും, എതിർവശം. അതുപോലെ അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം എന്ന് പറയുന്നത് AB ആവും. പക്ഷേ കർണം മാറില്ല. കാരണം നമുക്കറിയാം ഹൈപ്പോട്ടനസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു പുതിയ വിശദീകരണം നൽകുകയാണ്. എന്താണ് സൈൻ എന്നുള്ളത്? അപ്പോൾ സൈൻ എന്നുള്ള വില എങ്ങനെ നിർവചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആംഗിൾസൊക്കെ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണലായിരിക്കും എന്നാണ്. കോണുകൾ തുല്യമായ ഏത് തരം ത്രികോണത്തിൻ്റെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനായിരിക്കുന്ന ഏത് തരം ത്രികോണത്തിൻ്റെയും വശങ്ങൾ ആനുപാതികമായിരിക്കും, അല്ലെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധങ്ങൾ തുല്യമായിരിക്കും എന്ന കാര്യം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ആശയം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ കാര്യം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേറെ കുറച്ച് വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരച്ചെന്ന് വിചാരിക്കുക. അതിൻ്റെയൊക്കെ തന്നെ കോണുകൾ തുല്യമായിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ വശങ്ങൾ ആനുപാതികം അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ചില നിർവചനങ്ങൾ പറയണം. എന്താണ് സൈൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ സൈൻ എന്ന പദം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോണിൻ്റെ എതിർവശത്തെ അതിൻ്റെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ്.
അതായത് ഇപ്പോൾ ഈ ആംഗിൾ സി ആണെങ്കിൽ ആംഗിൾ സി സിയുടെ എതിർവശം എന്താണോ ആ നീളമെടുത്ത് ഇതിൻ്റെ കർണത്തിൻ്റെ നീളമെടുത്ത് അത് രണ്ടും ഹരിച്ചാൽ കിട്ടുന്ന നമ്പറാണ് ഇത് സൈൻ സി എന്ന് പറഞ്ഞാൽ സൈൻ സി ഇസ് ഈക്വൽ ടു സൈൻ സി സമം എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ സി അല്ലേ. അതായത് ഇങ്ങനെയാണ് സൈൻ സി നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് തരം ത്രികോണമാണെങ്കിലും കോണുകൾ തുല്യമാണെങ്കിൽ എത്ര വലിയ ത്രികോണമാണെങ്കിലും എത്ര വലിയ ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ എതിർവശത്തെ അതിൻ്റെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എപ്പോഴും ഒരു സ്ഥിര സംഖ്യ, ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. ആ ഫിക്സഡ് നമ്പറാണ് സൈൻ കൊണ്ട് നിർവചിക്കപ്പെടുന്നത്. അതേപോലെ കോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമീപവശം അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടനസ് കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ കോസ് സി എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ്സ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ സി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് സൈൻ? അപ്പോൾ എപ്പോഴും ഓർത്തിക്കുന്നതാണ് ട്രിഗണോമെട്രി ബേസിക്കാണ് ഈ കാര്യങ്ങൾ. സൈൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കോണിൻ്റെ എതിർവശത്തെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ്. അതുപോലെ കോസ് എന്ന് പറഞ്ഞാൽ കോണിൻ്റെ സമീപവശത്തെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ്. ഇവിടെ എ ബി സി എന്നുള്ള ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അല്ലെങ്കിൽ മട്ടത്രികോണത്തിൽ ഒരു കോണ് 50 ഡിഗ്രി എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോൺ സി 90 ഡിഗ്രിയുമാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ വശങ്ങളൊക്കെ അളന്ന് സൈനിൻ്റെയും കോസിൻ്റെയും വിലകൾ കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ സമീപവശം, എതിർവശം, കർണം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി 50 ഡിഗ്രി ആംഗിളാണ് അല്ലേ. പിന്നെ ഇതിൻ്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന എ ബി ആണ് ഇതിൻ്റെ കർണം, നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 50 ഡിഗ്രി കോണിൻ്റെ 50 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ബി സി ആണ് ഇതിൻ്റെ എതിർവശം. അതുപോലെ എ സി ആണ് ഇതിൻ്റെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ എ ബി കർണം, എ സി അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം, ബി സി എതിർവശം. ഇനി നമ്മളിവിടെ സൈൻ വില കണ്ടെത്തുകയാണ്. അപ്പോൾ സൈൻ വില കണ്ടെത്താൻ വേണ്ടി ഇവിടെ ആൾറെഡി ഇതിൻ്റെ ലെങ്ത്തൊക്കെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നീളങ്ങളൊക്കെ അളന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ കർണം 7 സെൻറ്റിമീറ്ററാണ്, എതിർവശം 5.3623 ആണ്, സമീപവശം 4.4995 ആണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 50 ഡിഗ്രി കോണിൻ്റെ എതിർവശത്തെ ഇതിൻ്റെ കർണം കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പോൾ സൈൻ എന്നാണ് നമ്മൾ പറയുക. സൈൻ 50 അല്ലെ, എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ സൈൻ 50 എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ ബി ആണ്, എതിർവശം ബൈ കർണം. ബി സിയിലെ നീളം എത്രയാണ്? 5.3223, കർണം 7. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.7660 എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പട്ടിക നിങ്ങളെ ത്രികോണമിതി ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ പാഠത്തിൻ്റെ അവസാനത്തിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ സൈൻ 50 ഡിഗ്രി, സൈൻ 50 ഡിഗ്രി 0.7660 എന്നുള്ള ആൻസർ കിട്ടും. അതെങ്ങനെ കിട്ടിയതപ്പോൾ 50 ഡിഗ്രി കോണുള്ള ഒരു ത്രികോണത്തിലെ എതിർവശത്തെ കർണം കൊണ്ട് ഹരിച്ച് കിട്ടിയതാണ്. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വശങ്ങളുടെ നീളം കുറച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വശങ്ങളുടെ നീളം കുറച്ച് കൂട്ടിയിട്ട് ഞാൻ ഒരു 8 സെൻറ്റിമീറ്റർ കർണാക്കി മാറ്റി, 8 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് മറ്റ് സൈഡൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ കൂടി, പക്ഷേ കോണിന് വ്യത്യാസം വന്നിട്ടില്ല, 50 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ബി സി ബൈ എസ് സി 6.1284 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 0.766. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, ഇത് ഹരിച്ച് നോക്കുക, ഈ ആൻസർ എന്നല്ലേ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ്, വശം കൂടി പക്ഷേ കോണ് മാറിയിട്ടില്ല. ഞാൻ വശം കുറച്ചുകൂടി കൂട്ടുകയാണ് ഉണ്ടോ, അപ്പോഴും തന്നെ ഈ സൈഡ്സൊക്കെ മാറി, ഈ
ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ മാറുന്നില്ല. ഉണ്ടോ? സൈഡ് വീണ്ടും കൂട്ടി 10 സെൻറ്റിമീറ്ററിൽ എത്തിച്ചു. ഇപ്പോഴും തന്നെ എന്താണ് ഇത് മാറുന്നതനുസരിച്ച് ഇവിടെ ഈ വശങ്ങളൊക്കെ മാറുന്നുണ്ട് അല്ലേ? പക്ഷേ സൈൻ 50യുടെ വാല്യൂ സൈൻ 50ൻ്റെ വാല്യൂ മാറുന്നില്ല. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എത്ര കുറച്ചാലും അല്ലേ, എത്ര ചെറിയ ത്രികോണം വരച്ചാലും അത് ട്രയാങ്കിൾ എത്ര വലുതാക്കിയാലും കണ്ടോ ഇതിൻ്റെ ഈ സൈൻ 50യുടെ വാല്യൂ മാറുന്നില്ല. ക്ലിയർ ആണല്ലോ അത് അല്ലേ? ത്രികോണത്തിൻ്റെ വശങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ഏതുമായിട്ടാണ്? കോണുമായിട്ട്. കോണ് മാറുമ്പോൾ മാത്രമേ ഈ വിലകൾ മാറുന്നുള്ളൂ. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം ഇതിൻ്റെ കോണിനൊരു മാറ്റം വരുത്തി കൊടുക്കണം. കോണ് ഞാൻ ഒന്ന് മാറ്റി ഒരു 70 ഡിഗ്രി ആക്കി. ഉണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സൈൻ 70 ഉണ്ടോ, സൈൻ 70 അതിൻ്റെ എതിർവശത്തെ കാരണം കൊണ്ട് ഹരിച്ചു 9.2372 ഡിവൈഡ് ബൈ 9.83 0.9397 എന്നാണ് അല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ ടേബിൾ നോക്കി അറിയാം സൈൻ 70യുടെ വാല്യൂ ഇതാണ്. കോണ് മാറിയപ്പോൾ സൈൻ വാല്യൂയും മാറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്രയാങ്കിളിനെ മാറ്റി നോക്കുകയാണ്. സൈഡ്സ് ഉണ്ടോ, സൈഡ്സ് വ്യത്യാസപ്പെടുത്തുമ്പോൾ ആ വാല്യൂവിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. ഉണ്ടല്ലേ? ഇത് എത്രയാക്കി കഴിഞ്ഞാലും ഉണ്ടോ ആ 0.9397 എന്നുള്ള വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പോഴും തന്നെ എന്താണ് കോണ് 70 ആയത് ഏത് മട്ട ത്രികോണത്തിൻ്റെയും എതിർവശത്തെ കാരണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ ഈ കോണ് വേറെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഒരു 40 ഡിഗ്രി ആക്കി മാറ്റും. 40 ഡിഗ്രി ഉണ്ടോ? 40 ഡിഗ്രി ആംഗിൾ വന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 6.2029 ഡിവൈഡ് ബൈ 9.65 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എതിർവശം ബൈ കർണം സൈൻ 40.6428 നിങ്ങൾക്ക് ടേബിൾ നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് ആംഗിളിൻ്റെയും സൈൻ വിലകൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സൈൻ കണ്ടതെന്നുള്ള കാര്യമാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. 40 ഡിഗ്രി ആണെങ്കിൽ 40 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ അതിൻ്റെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എതിർവശത്തെ കാരണം കൊണ്ട് ഹരിച്ച് കിട്ടിയ ഉത്തരമാണ് സൈൻ വില. അത് കോണ് മാറാത്തിടത്തോളം സൈൻ വില ഒരിക്കലും മാറുന്നില്ല. കോണ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സൈനിൻ്റെ വിലയും ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആംഗിൾ എത്ര വേണമെങ്കിലും ചെറുതാക്കി വലുതാക്കൊക്കെ ചെയ്യാം. അതിനനുസരിച്ച് ഈ വാല്യൂസ് ഇങ്ങനെ മാറി വരുന്നതാണ്. അതൊക്കെ നമുക്ക് പട്ടികയിലുള്ള അതേ വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേബിളിലെ വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് കോസിൻ്റെ വിലയാണ്. കോസ്. അപ്പോൾ നമുക്ക് കോസിൻ്റെ വില ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതാണ് സമീപവശം ബൈ കർണമാണ്. അപ്പോൾ കോസ് 40 എന്ന് നോക്കാം നമുക്കിവിടെ. കോസ് 40 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 7.3923 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 9.65 0.766. ഇതും തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു അല്ലേ, സൈൻ കോസ് 40 എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണമാണ്. AC ഡിവൈഡഡ് ബൈ AB. ഇപ്പോൾ നമ്മൾ കർണം എന്നുള്ള കാര്യം 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ടനസ് വരുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ സൈഡിന് ഞാൻ വ്യത്യാസപ്പെടുത്തി നോക്കുകയാണ്. ഉണ്ടോ? സൈഡ് വ്യത്യാസപ്പെടുന്ന സമയത്ത് കോസിൻ്റെ വില ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ കോസിൻ്റെ വില ശ്രദ്ധിച്ചാൽ മതി. കോസ് ഉണ്ടോ സൈഡ് എത്ര വ്യത്യാസം വരുത്തി കഴിഞ്ഞാലും കോസ് 40ൻ്റെ വില 0.6766 തന്നെയാണ് വരുന്നത്. സൈഡ് എത്ര കൂട്ടുക കുറയ്ക്കുക എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഉണ്ടല്ലേ? ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കോണ് നമ്മളൊന്ന് മാറ്റി നോക്കുകയാണ്. ഒരു 50 ഡിഗ്രി ആക്കി നോക്കുകയാണ്. 50 ഡിഗ്രി ആക്കി കണ്ടോ? കോസ് 50 SE ബൈ AB അപ്പോൾ 0.6428. സൈഡിന് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വരുന്നില്ല. വശം കൂട്ടുന്നതനുസരിച്ച് കുറക്കുന്നതനുസരിച്ച് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരു 75 ഡിഗ്രി എടുത്ത് നോക്കാം. 75 കണ്ടോ? അപ്പോൾ 75 ഡിഗ്രി ആയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് 1.936 ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 7.48 0.2588. അപ്പോൾ ഇതും തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ്സ് കൂട്ടുക കുറയ്ക്കുക ചെയ്ത് കഴിഞ്ഞാലും ചേഞ്ചസ് വരുന്നില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കണ്ടെത്താനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്, സൈൻ എന്താണ്, കോസ് എന്താണ്. സൈൻ എന്ന് പറഞ്ഞാൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ അല്ലെങ്കിൽ എതിർവശത്തെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നൊരു സ്ഥിരസംഖ്യയാണ്. കോണ് മാറാത്തിടത്തോളം അതിന് മാറ്റം വരുന്നില്ല. വശം കൂടിയാലും കുറഞ്ഞാലും അതിന് മാറ്റം വരുന്നില്ല. അതുപോലെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപവശം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ.